ശ്രീ സജീവൻ, ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ പഠിക്കേണ്ടതേ ഇല്ല, അത് അദ്ദേഹം അവസാനം തിരുത്തി അവിടെ വോട്ട് കുറഞ്ഞത് പഠിക്കേണ്ടതില്ല, എന്നാൽ മൂന്നാമതായത് എന്തുകൊണ്ടാണ് എന്ന് പഠിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് തൃശ്ശൂരിലെ കാഴ്ചകൾ കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? വോട്ട് കുറഞ്ഞത് കൊണ്ടാണല്ലോ കെ മുരളീധരൻ അവിടെ 3-ാം സ്ഥാനത്ത് പോയത്. ഇപ്പൊ വോട്ട് കുറഞ്ഞത് ഒരു സിനിമാ താരം മത്സരിച്ചുകൊണ്ട് വോട്ട് കുറഞ്ഞു, അതുകൊണ്ട് അത് പഠിക്കേണ്ടതില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായ തല്ല് അനാവശ്യമായ തല്ലാണല്ലോ. അവിടെ തല്ലുണ്ടാക്കിയത്, അവിടെ തല്ലി എന്ന് പറയുന്നത് DCC സെക്രട്ടറിയെ തല്ലി എന്ന് പറയുന്നത് DCC പ്രസിഡന്റാണ്. ഇന്നിപ്പോ പോലീസ് കേസെടുത്ത DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ DCC സെക്രട്ടറി സജീവൻ മുരളീധരന്റെ സ്വന്തം ആളാണ്. അപ്പൊ DCC സെക്രട്ടറിയെ തല്ലുക എന്ന് പറയാൻ മുരളീധരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മുരളീധരനെ തോൽപ്പിച്ചതിനെതിരെ ആരോപണം ഉന്നയിച്ച് അവിടെ കുറച്ച് ദിവസമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് അങ്ങനെ ഉന്നയിച്ച ആളെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആരോപണവും ഉന്നയിക്കേണ്ട. അപ്പൊ ശ്രീകുമാർ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം, തോറ്റത് തോറ്റു, അത് പെട്ടിയിൽ വെച്ചിരുന്നാൽ മതി എന്ന രീതിയിൽ ബഹളം ഉണ്ടാക്കിയാൽ അടി കിട്ടുമെന്നാണ് ഇപ്പൊ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ അതാണ്. ഇപ്പൊ 18 സീറ്റിലും LDF UDF ജയിച്ചു, ശരിയാണ്. 18 സീറ്റിലും ജയിച്ചപ്പോ തിരുവനന്തപുരം ആണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ വ്യത്യാസം മാത്രമാണല്ലോ. ഇപ്പൊ തിരുവനന്തപുരത്ത് ജയിച്ചുപോയി, അതേപോലെ ആറ്റിങ്ങൽ ജയിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ തോറ്റു, ആലത്തൂരിൽ തോറ്റു. ആലത്തൂരിൽ തോറ്റിട്ട് അവിടെ തോറ്റതിന്റെ പേരിൽ അവിടെയുള്ള കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലിയിട്ടില്ല. കഴിഞ്ഞ തവണ 2019 ഇതേപോലെ ഒരു തോൽവി ഉണ്ടായിരുന്നു. ഇപ്പൊ കെ മുരളീധരനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്ന പോലെ തോൽപ്പിച്ചതാണ്. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞതാണ്. ഇത് DCC മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മൊത്തമായിട്ട് സംഘടനാ പ്രശ്നമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തോൽവി സുരേഷ് ഗോപിയുടെ ഈ പ്രതാപം കൊണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഉണ്ടായതല്ല എന്നാണ് ഇന്നും കെ മുരളീധരന്റെ ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം, രണ്ടാമത്തെ ദിവസത്തെ പ്രതികരണം, ഇന്ന് അദ്ദേഹം പ്രതികരിച്ചു അതേ രീതിയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേപോലെ ഒരു തോൽവി 2019 ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അന്ന് 19 സീറ്റ് UDF-നാണ്. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അന്ന് നടത്തിയ പ്രതികരണം, എന്നെ തോൽപ്പിച്ചത് LDF-കാരല്ല, എന്നെ തോൽപ്പിച്ചത് ആരിഫ് അല്ല, എന്നെ തോൽപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണെന്നാണ്. ഒരു തരത്തിൽ അന്ന് അവിടെ പക്ഷെ തല്ലൊന്നും ഉണ്ടായില്ല, അന്വേഷണം നടന്നിട്ട് ആരെയും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അത് ശ്രീകുമാർ പറഞ്ഞ പോലെ ശരിയാ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കെ മുരളീധരൻ തന്നെ പറയുന്ന പോലെ, എനിക്കിവിടെ ഞാൻ തോൽക്കുന്നത് LDF-നോടാണ് എങ്കിൽ, സുനിൽകുമാറിനോടാണ് എങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു, കാരണം അതൊരു തോൽവി എന്ന രീതിയിൽ കണക്കാക്കാം. പക്ഷെ തോറ്റത് BJP-യുടെ അടുത്താണ്. അവിടെ തോൽപ്പിക്കാൻ കാരണക്കാരാണ് DCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന. അന്ന് തന്നെ DCC ഓഫീസിന് മുമ്പിൽ പോസ്റ്ററുകൾ ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള DCC പ്രസിഡന്റിന് എതിരെയാണ്, അവിടെ മുൻ MP-ക്കെതിരെയാണ്, ഇങ്ങനെ കുറെ ആളുകൾക്കെതിരെയാണ്. അപ്പൊ തോൽപ്പിച്ചത് സുരേഷ് ഗോപി അല്ല എന്ന് അവിടെയുള്ള കുറച്ച് ആളുകളെങ്കിലും, എത്ര കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല, എന്തായാലും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അവിടെ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ആളുകൾ നമുക്ക് കളഞ്ഞേക്കാം. LDF വിശ്വസിക്കുന്നു, വേറെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു, നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിശ്വസിക്കുന്ന ഒക്കെ മാറ്റിവെക്കാം. പക്ഷെ അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ ഈ കൂട്ടത്തല്ലിനിടയിൽ പോലും സജീവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് തോൽപ്പിച്ചതാണ്, ഇവരാണ് ഈ കളി കളിച്ച് തോൽപ്പിച്ചതെന്നാണ്. അപ്പൊ തോൽപ്പിച്ചു എന്ന് പറയുന്നത് BJP-ക്ക് അവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു, നേരത്തെ പറയുന്ന മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന ജയമല്ല, PC തോമസിന്റെ ജയമല്ല നമ്മൾ കണക്കാക്കരുത്, BJP-യുടെ വോട്ട് ജയം. ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരു BJP താമര വിരിഞ്ഞു. ആ താമര വിരിഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ തല്ല് കിട്ടിയവരും അല്ലെങ്കിൽ ഈ DCC പ്രസിഡന്റിനെതിരെയൊക്കെ രംഗത്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് തോൽപ്പിച്ചത് സുരേഷ് ഗോപി അല്ല, അവിടെ ഈ ആളുകൾ കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസിൽ ഒരു വിഭാഗമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ ഇവിടെ ശ്രീകുമാർ പറഞ്ഞ പോലെ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു BJP-ക്ക് ഇവിടെ ജയിക്കാനുള്ള വളക്കൂറുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് അതിഗുരുതരമായുള്ള ആരോപണമാണ്. ഇത് നേരത്തെ തന്നെ പത്മജ പറഞ്ഞിരുന്നു. പത്മജ BJP-യിലേക്ക് പോയ ഉടൻ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഇതേ ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യം, എന്നെ തോൽപ്പിച്ചവർ എന്റെ സഹോദരനെയും തോൽപ്പിക്കും,
അത് ഉറപ്പാണ്. അത് അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലാവില്ല, തോറ്റു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പൊ മുരളീധരന് മനസ്സിലായിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം, അദ്ദേഹം പറഞ്ഞ അന്വേഷണം വേണ്ട, ആരെയും മാറ്റേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഇനി ഒന്നിലേക്കും ഇല്ല, സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇല്ല, ഞാനിവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ അപ്പൊ പ്രവർത്തിക്കാനായിട്ട് വരും, ഒരു സാധാരണ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാൻ വരും എന്നൊക്കെ പറയുന്ന സന്തോഷത്തോട് കൂടിയിട്ടല്ല, ഇനി അതുവരെ വെറുതെ ഇരിക്കാൻ പോവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കുന്നൊക്കെ പണ്ടേ വടക്കാഞ്ചേരിയിൽ മുരളീധരനെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. യെസ്. ഈ തോൽവി എന്ന് പറയുന്ന കരുണാകരനും മക്കൾക്കും അവിടെ തൃശ്ശൂരിൽ നിന്ന് നന്നായി കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ തോൽപ്പിക്കൽ, അത് മാത്രമല്ല പി.ജി. ചാക്കോ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരുടെ തോൽപ്പിക്കൽ വളരെ വിചിത്രമായ തോൽപ്പിക്കലാണ്. അപ്പൊ അതിനെ നമ്മൾ, ഇതിപ്പോ ശ്രീകുമാർ പറഞ്ഞതിനോടുള്ള എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്, ഇത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ താരത്തിന്റെ വ്യക്തിപ്രഭാവം ഉണ്ടായതാണെന്നും, പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സുരേഷ് ഗോപി കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ തമ്പടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുള്ളതാണ്. ഇത് ഈ മുരളീധരനെ ഏറ്റവും അവസാനമാണല്ലോ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഇതേ കാര്യം സിറ്റിംഗ് എം പി ആയിട്ടുള്ള പ്രതാപന് ചെയ്യാമായിരുന്നു, പ്രതാപൻ ചെയ്തില്ലല്ലോ. അപ്പൊ സുരേഷ് ഗോപി അവിടെ ചെയ്യുമ്പോൾ പ്രതാപൻ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. മണ്ഡലത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം ഈ പലപ്പോഴും പറഞ്ഞുള്ളത്. മണ്ഡലത്തിൽ അങ്ങനെ ഗംഭീരമായിട്ട് വിയർപ്പൊഴുക്കി പ്രവർത്തിച്ച പ്രതാപനാണ് എങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ലല്ലോ. കെ മുരളീധരനെ ജയിപ്പിക്കുക എന്ന് പറയുന്നതാണ് എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞ് മുരളീധരന് വേണ്ടി ഈ ചുമരെഴുത്ത് നടത്തി എന്ന് കാണിച്ച ആളാണ് പ്രതാപൻ. എന്നിട്ട് എന്തേ ഉണ്ടായത്? ഇപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു തോൽപ്പിച്ചത് ഇവരൊക്കെയാണ് എന്നാണ്. അപ്പോ നമ്മൾ ഇത് BJP കാണേണ്ട കാര്യം, ഇതിലെ ഗൗരവതരമായിട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു ലോക്സഭാംഗം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഒരിക്കൽ പോലും സുരേഷ് ഗോപിക്ക്, അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കല്ല പോകേണ്ടത് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. അങ്ങനെ അത് ശരിയാണ് എങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ്, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതിനെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് ശ്രീകുമാർ പറഞ്ഞതിനോട് അതൊരു പാർട്ടി ചെയ്യേണ്ട കാര്യം, പാർട്ടിയുടെ നട്ടലൊടിക്കുന്നു. മുരളീധരൻ തന്നെ പറഞ്ഞ പോലെ സുനിൽകുമാർ ജയിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇവിടെ സുരേഷ് ഗോപി ജയിച്ചാൽ BJP ജയിച്ചാലാണ് പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. പ്രശ്നമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള പ്രശ്നം.